കേരളത്തിന്റെ കടൽത്തീരത്ത് ആഴിമല ശിവക്ഷേത്രം എന്ന പുരാതന കേന്ദ്രം അതിന്റെ പ്രകൃതിഭംഗിയാൽ അനുഗ്രഹീതമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വലിയ പാറകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രത്തിന്റെ അരികിലാണ് ഇത്. ആഴിമല ക്ഷേത്രം അതിന്റെ സമാനകളില്ലാത്ത സൗന്ദര്യത്തിന് മികച്ച ഉദാഹരണമാണ്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്തിലൂടെയുള്ള അതിശയകരമായ സ്മരണകളും കഥകളും ഉൾക്കൊള്ളുന്ന മൊത്തത്തിൽ കൈലാസപർവ്വതത്തിന്റെ സമൃദ്ധമായ ഭക്തജന പ്രവാഹത്തിന് പുരാണപരമായ വശങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ആഴിമല ക്ഷേത്രത്തിന്റെ ഉത്ഭവവും ചരിത്രവും അതിന്റെ 100-ാം വർഷവും പിന്നിട്ടിരിക്കുന്നു. ആഴിമല പുളിങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നതിനാൽ പുള്ളിക്കുടി എന്നറിയപ്പെടുന്നു. കാലക്രമേണ പുള്ളിക്കുടിയായി മാറി. കുടി എന്നാൽ വീട്, താമസസ്ഥലം എന്നാണ് അർത്ഥം. വേഷം മാറിയ പാണ്ഡവരുടെ ഒളിത്താവളങ്ങളിൽ ഒന്നായിരുന്നു ഈ പുരാതന സ്ഥലം. പ്രകൃതിദത്തമായ ഗുഹകൾ ഇപ്പോഴും പാറകൾക്കിടയിൽ കാണപ്പെടുന്നു. പാഞ്ചാലിയുടെ ദാഹം ശമിപ്പിക്കാൻ ഭീമസേനൻ തൻ്റെ കാൽമുട്ടുകൊണ്ട് പാറയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളം നിറയ്ക്കേണ്ടി വന്നത് പുരാതന കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉപ്പുവെള്ളം കുടിക്കാൻ തയ്യാറായ പാഞ്ചാലിയുടെ ദാഹം ശമിപ്പിക്കാൻ ഭീമസേനൻ ഇവിടെ ഉണ്ടാക്കിയ കുഴിയാണ് കണ്ണുനീർ കുഴി. ഇതിൽ എപ്പോഴും ഒരേപോലെ ശുദ്ധജലം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാത്രത്തിന്റെ ആകൃതിയിലുള്ള പാറയിൽ വീഴുന്ന വലിയ ചവിട്ടുപടികൾക്കിടയിൽ ഒഴുകുന്ന ശുദ്ധജലം ഒരു നൂല് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കിന്നക്കുഴി എന്നും പറയും. മഴക്കാലത്തും വേനൽക്കാലത്തും ഈ അരുവി കാലാവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ലാതെ എപ്പോഴും ഒരേ അളവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളം സ്ഫടികം പോലെ വ്യക്തവും അതുല്യമായ രുചിയും കാണപ്പെടുന്നു. മാത്രമല്ല, ക്ഷേത്രത്തിലെ നിത്യപൂജയ്ക്ക് അടുത്തിടെ വരെ ഉപയോഗിച്ചിരുന്ന ജലവും ഇതുതന്നെ. നിരവധി രോഗങ്ങളെ ശമിപ്പിക്കാൻ ഈ ശുദ്ധജലത്തിന് കഴിയുമെന്നും പറയപ്പെടുന്നു. കുളക്കടവ് ആഴിമല ക്ഷേത്രത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്ന് കന്യാകുമാരി ബീച്ച് കാണാം എന്ന് പറയുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് വിളക്കുമാടം, ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങൾ എന്നിവയും നമുക്ക് കാണാം.
അങ്ങനെ ശ്രീ മഹാദേവന്റെ അനുഗ്രഹത്താലും അതിൻ്റെ പ്രകൃതി ഭംഗിയാലും മഹാനായ സന്യാസിമാരുടെ സാന്നിധ്യത്താലും സ്വർഗീയതയുടെ അതുല്യമായ ശോഭയോടെ ഈ പുണ്യസ്ഥലം ആനന്ദപൂർണമായ ഭക്തിയുടെ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു. ഓം നമഃ ശിവായ. ലൈറ്റ് കേട്ടോ, നമ്മളെ മറ്റേ അഴിമുഖത്ത് നിന്ന് അഴിമലയിൽ നിന്ന് ഇവിടെ കൊണ്ടെത്തിച്ച് ബീച്ചിൽ കൊണ്ടെത്തിച്ച് കോവളം ബീച്ചിൽ കൊണ്ടെത്തിച്ച ശിവപാർവതി അഴിമല. അപ്പോൾ ശരി ചേട്ടാ, താങ്ക് യു. ബൈ ബൈ. ഓക്കെ.